അവസാനം നമുക്കിന്ന് വായനാറ്റത്തെക്കുറിച്ച് അറിയാം. അതായത് വായിലുള്ള ദുർഗന്ധവും വായനാറ്റവും ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളുടെ ഭാഗമായി വരുന്നതാണ്. പലർക്കും ഇതൊരു ശാരീരിക ആരോഗ്യ പ്രശ്നത്തെക്കാളും അവരുടെ ആത്മാഭിമാനത്തിന് തന്നെ, സെൽഫ് എസ്റ്റീമിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഒരു വായനാറ്റം അനുഭവിക്കുന്ന വ്യക്തിയിൽ കാണാറുണ്ട്. അതായത് 2 തരത്തിൽ സംഭവിക്കാം. വായനാറ്റം സംഭവിക്കുന്നത് വായ്ക്കുള്ളിൽ തന്നെ, അതായത് നമ്മുടെ ഓറൽ ക്യാവിറ്റിയിലുള്ള എന്തെങ്കിലും രോഗാവസ്ഥ കൊണ്ടുണ്ടാവാം, അല്ല എങ്കിൽ മറ്റെന്തെങ്കിലും സിസ്റ്റമിക് ഡിസീസസ് കൊണ്ട്, മറ്റെന്തെങ്കിലും രോഗബാധ കൊണ്ട് അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നമായിട്ട് മാറാം. ഓറൽ ക്യാവിറ്റിയിലുള്ളത് പ്രധാനമായിട്ടും നമ്മുടെ പല്ലുകളുടെ ആരോഗ്യ പ്രശ്നം, നാവിലുണ്ടാകുന്ന പൂപ്പൽ, അതുപോലെ തന്നെ തൊണ്ടയിലുണ്ടാകുന്ന പഴുപ്പ്, ഓറൽ ക്യാവിറ്റിയിലുണ്ടാകുന്ന മറ്റ് അണുബാധകൾ, ഇതൊക്കെ വായനാറ്റത്തിന് കാരണമാകാറുണ്ട്. നമ്മുടെ വായ്ക്കുള്ളിൽ മറ്റ് രോഗാണുക്കളെ ചെറുക്കുന്നതിന്, അതായത് നമ്മുടെ ഉമിനീരിൽ മറ്റ് രോഗാണുക്കളെ ചെറുക്കുന്നതിന് സഹായകമായ കുറേ ബാക്ടീരിയ ഉണ്ട്. സ്ഥിരം പുകവലി, മുറുക്കൽ, മദ്യപാന ശീലമുള്ളവരിൽ ഇത്തരം നല്ല ബാക്ടീരിയകൾ നശിച്ചു പോകാനും മറ്റ് രോഗാണുബാധ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഇത്തരം ആൾക്കാരിൽ വായനാറ്റം സ്ഥിരമായി ഉണ്ടാവാം. പിന്നെ പ്രധാനമായും ദന്താരോഗ്യ പ്രശ്നങ്ങൾ പലപ്പോഴും സമയത്തിന് ചികിത്സിക്കാതെയും, ചെറു അണുബാധ വരികയാണെങ്കിൽ സമയത്തിന് ചികിത്സിക്കാതെയും കൃത്യമായ ചികിത്സ ചെയ്യാതെയും എടുത്തു കളയേണ്ട അണുബാധയുള്ള പല്ലാണെങ്കിലും മാറ്റാതെയും ഒക്കെ ഇരിക്കുന്നത് ദീർഘനാൾ വായനാറ്റം എന്ന ആരോഗ്യ പ്രശ്നം ഉണ്ടാകാറുണ്ട്. ഇനി വായ്ക്കകത്തുണ്ടാകുന്ന അൾസർ, ചെറിയ പൂപ്പൽ ബാധ മുതൽ അൾസറുകൾ വരെ സ്ഥിരം ഒരു ആരോഗ്യ പ്രശ്നമായിട്ടിരിക്കുകയാണെങ്കിൽ അത് വായനാറ്റം ഉണ്ടാകാറുണ്ട്. പിന്നീട് പ്രമേഹ രോഗികളിൽ ദീർഘകാലമായി നിൽക്കുന്ന പ്രമേഹ രോഗികൾ അണുബാധ സാധ്യത കൂടുതലാണ്. അത്തരം ആൾക്കാരിലും വായനാറ്റം ഒരു ആരോഗ്യ പ്രശ്നമായി വരാറുണ്ട്. പിന്നീട് ചിലതരം ഔഷധങ്ങൾ, എസ്പെഷ്യലി സൈക്കാട്രിക് മെഡിസിൻസ് ഉപയോഗിക്കുന്ന ആൾക്കാരിലും വായനാറ്റം ആരോഗ്യ പ്രശ്നമായി വരാറുണ്ട്. ഹൃദ്രോഗമുള്ളവരിലും ഇതൊരു ആരോഗ്യ പ്രശ്നമായി കാണാറുണ്ട്. ചികിത്സയിലെ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ പ്രധാനമായും ആയുർവേദത്തിൽ ലോക്കലായിട്ട്, അതായത് ഓറൽ ക്യാവിറ്റിയിലുള്ള പ്രശ്നങ്ങൾക്ക് ലോക്കലായിട്ട് നമ്മൾ ഗണ്ടൂഷം, കബളം എന്ന് പറയുന്ന ചികിത്സാക്രമങ്ങളാണ് ചെയ്യാറുള്ളത്. അതായത് ഔഷധങ്ങൾ ജലത്തിൽ ലയിപ്പിച്ച് കഷായ രൂപത്തിലോ അല്ലെങ്കിൽ തൈലത്തിൽ ലഭിച്ച് തൈല രൂപത്തിലോ വായിൽ കുറച്ചധികം നേരം നിർത്തി വെക്കുകയാണ്. ഗാർഗിളിംഗ് പോലുള്ള ചികിത്സാക്രമമാണിത്. പ്രധാനമായും നമ്മൾ ഇരട്ടി മധുരം, കടുക്ക, നെല്ലിക്ക ഇതൊക്കെയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു രാവിലെയും വൈകുന്നേരവും കിടക്കുന്നതിന് മുന്നേയും നന്നായി കബളം ചെയ്യുന്നത് വായ്ക്കകത്തുള്ള രോഗാണുബാധ, ലോക്കലായിട്ടുള്ള ഇൻഫെക്ഷൻസ് മാറ്റുന്നതിനും വായനാറ്റ പ്രശ്നം ഒഴിവാക്കുന്നതിനും സഹായിക്കും. പിന്നല്ല, അൾസർ പോലുള്ള കണ്ടീഷൻസ് വരെയും പൂപ്പൽ ദീർഘനാളൊക്കെ ഉണ്ടാകുകയും ചെയ്യുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗ്യാസ്ട്രൈറ്റിസ്, സ്റ്റൊമറ്റൈറ്റിസ്, ഈവൻ ഇൻഡസ്റ്റൈനെ ബാധിക്കുന്ന ക്യാൻസർ രോഗങ്ങളിലൊക്കെ ഇത്തരം ഓറൽ ക്യാവിറ്റിയിൽ അതായത് നമ്മുടെ വായ്ക്കകത്തുണ്ടാകുന്ന വ്രണങ്ങൾ തന്നെ ക്യാൻസറസായി മാറാറുണ്ട്. അത്തരം അവസ്ഥകളിലൊക്കെ അണ്ടർലൈനിങ് കാസ് എന്താണ് ശരിക്കുള്ള രോഗം എന്നുള്ളത് അതിന് ചികിത്സിച്ചാൽ മാത്രമേ വായനാറ്റം മാറുകയുള്ളൂ. കൃത്യമായി ദന്തധാവനം, അതായത് രാവിലെയും വൈകുന്നേരവും ഭക്ഷണത്തിന് ശേഷം രാത്രിയും രാവിലെ എണീറ്റുടനെയും പല്ല് തേക്കുന്നതൊരു ശീലമാക്കുക. മൃദുവായ ബ്രിസിൽസ് ഉള്ള ബ്രഷസ് കൊണ്ട് പല്ല് തേക്കുന്നത് ശീലമാക്കുക. പ്രമേഹ രോഗികൾ കൃത്യമായി ദന്ത പരിശോധന ഉറപ്പാക്കുക. ഇടയ്ക്കിടയ്ക്കുള്ള ഭക്ഷണശീലം ഒഴിവാക്കുക. അങ്ങനെ കുട്ടികളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും, അതായത് നമ്മൾ മധുരമുള്ള ഭക്ഷണവും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുകയാണെങ്കിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ നമ്മുടെ വായിലും പല്ലിലും ഇരിക്കാനും അത് പിന്നീട് വായനാറ്റത്തിന് കാരണമാകാറുമുണ്ട്. അത്തരം ആൾക്കാരിൽ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണശീലം ഒഴിവാക്കുക. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ വായ നന്നായി, ഓരോ ഭക്ഷണത്തിന് ശേഷം വായ നന്നായി കഴുകുന്നൊരു ശീലവും ഉണ്ടാക്കുക. ഈവൻ നമ്മുടെ മോരോ തേനോ തന്നെ കബളം, നേരത്തെ പറഞ്ഞ ഗണ്ടൂഷം കബളം, അതായത് കബലിനുള്ളിൽ നിർത്തുന്ന ചികിത്സയും ആയുർവേദത്തിൽ വായനാറ്റത്തിന് ചെയ്യാറുണ്ട്. മറ്റ് രോഗാവസ്ഥകൾ, അതായത് പ്രമേഹം, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ, ഇൻഡസ്റ്റൈനെ ബാധിക്കുന്ന രോഗങ്ങൾ, അൾസർ പോലുള്ള രോഗങ്ങൾ, ഗ്യാസ്ട്രോ ഈസോഫാജൽ റിഫ്ലക്സ് ഡിസീസ്, അതായത് വയറിനുള്ളിൽ നിന്ന് പുളിച്ചത് കിട്ടുന്ന ദഹന സംബന്ധമായ രോഗങ്ങളൊക്കെ ഉള്ളവർ അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ചികിത്സയെ ചെയ്യുക. അതായത് നമ്മുടെ ഒരു ആത്മാഭിമാനത്തെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമായതിനാൽ ഒരു എന്തെങ്കിലും ജീവിതശൈലിയിലുള്ള വ്യതിയാനം, നേരത്തെ സൂചിപ്പിച്ച മദ്യപാനം, പുകവലിയൊക്കെ കൊണ്ടാണ് വായനാറ്റം ഉണ്ടതെങ്കിൽ അത് ഒഴിവാക്കുന്നതിന് ശ്രദ്ധിക്കുക. ചികിത്സ കൃത്യസമയത്ത് തന്നെ ചെയ്യുക. അണുബാധ കൂടുതൽ തീവ്രമാക്കാതിരിക്കാനും ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ആരോഗ്യ പ്രശ്നം, വായിൽ നിന്ന് ദുർഗന്ധം നമുക്ക് ഒഴിവാക്കാൻ തീർച്ചയായും സാധിക്കും. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.